വയനാട്ടിലെ ലീഗിന്റെ വീട്ടിൽ താമസമായി, എന്നിട്ടും സർക്കാരിന്റെ വീടുകളിൽ ഇതുവരെ താമസമായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും ആഘോഷമാക്കിയ വാർത്തയായിരുന്നു ഇത്. എന്ന് വെച്ചാൽ സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് വെച്ച് ലീഗും കോൺഗ്രസും മറ്റും വെച്ചു കൊടുക്കുന്ന സൗജന്യ വീടുകൾ മതി എന്നും പറഞ്ഞ് സർക്കാരിൽ നിന്നും 15 ലക്ഷം രൂപയും വാങ്ങിച്ചു പോയവർ രക്ഷപ്പെട്ടു. പക്ഷേ സർക്കാർ ടൗൺഷിപ്പിൽ വീട് മതി എന്ന് പറഞ്ഞവർ കഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് ഈ തള്ളിമറിക്കൽ. എന്നാൽ വാസ്തവം എന്താണ്? സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം വാങ്ങിപ്പോയവരെ കുറിച്ച് വയനാട് ജില്ലാ കളക്ടർ തന്നെ പറയുന്നതൊന്ന് കേട്ടിട്ട് വരാം. പൈസ മേടിച്ചു പോയ ആരെങ്കിലും തിരികെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കും? കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആദ്യഘട്ടത്തിലെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെന്റിലോട്ട് നമ്മൾ കൊടുത്തിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കാനും വീടുകൾ അനുവദിക്കാനും നമ്മൾ ഗവൺമെന്റിൽ നിന്നും ഉത്തരവെടുത്തിട്ട് അവരെ വീട്ടിൽ കൊടുക്കാനുള്ള ഇതിലേക്ക് നമ്മൾ പോയി. ഇനിയും എന്റെ അടുത്ത അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട്, മാഡം നമ്മൾ ആ സമയത്തിലെ 15 ലക്ഷം എടുത്തുപോയി മാഡം, എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ചു കൊടുക്കണം പറഞ്ഞിട്ട്. ഇപ്പൊ ഇത്ര നല്ല രീതിയിൽ ഒരു ലൊക്കേഷൻ ആണെങ്കിലും അമ്യൂണിറ്റീസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നോക്കി അവർ ഭയങ്കര തൃപ്തരാണ്. എന്റെ അടുത്ത് വരുമ്പോൾ തൃപ്തരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ അവർ 15 ലക്ഷം മേടിച്ച ആൾക്കാരും വീടും വേണം എന്നാണ് ഇപ്പോൾ വരുന്നത്. എന്ന് വെച്ചാൽ ലീഗ് അടക്കമുള്ളവരുടെ വാക്കും കേട്ട് സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് വെച്ച് 15 ലക്ഷം വാങ്ങിപ്പോയവർ അത് തിരിച്ചു നൽകാം, ഞങ്ങൾക്ക് ടൗൺഷിപ്പിലുള്ള വീട് മതി എന്ന് പറയാൻ കാരണം എന്താണ്? കോൺഗ്രസ്സുകാർ ഇതുവരെ വീടുണ്ടാക്കി കൊടുക്കാത്ത സ്ഥിതിക്ക് ലീഗിന്റെ വീടും സർക്കാരിന്റെ ടൗൺഷിപ്പിലെ വീടും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം, മുസ്ലിം ലീഗ് ആദ്യമായിട്ടാണോ ദുരന്തബാധിതർക്കായി വീടുണ്ടാക്കി കൊടുക്കുന്നതും പണപ്പിരിവ് നടത്തുന്നതും? അല്ലേ അല്ല. ഗുജറാത്ത് കലാപത്തിന് ഇരയായവർക്കും പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയായവർക്കും വിവിധ കാലങ്ങളിലായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. കൂടാതെ ഉന്നോവ ഫണ്ട്, അതേപോലെ തന്നെ കത്തുവ ഫണ്ട് വേറെയും എല്ലാ ഫണ്ട് പിരിവും വിവാദങ്ങളിലാണ് ചെന്ന് അവസാനിച്ചത്. ഗുജറാത്ത് ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അന്ന് യൂത്ത് ലീഗിന്റെ നേതാവായിരുന്ന ഡോക്ടർ KT ജലീലിന് ലീഗ് വിടേണ്ടി വന്നത്. എന്നാൽ KT ജലീൽ ഉന്നയിച്ചത് കേവലം വെറും ആരോപണം മാത്രമല്ലെന്നും വസ്തുതയാണെന്നും ഇപ്പോൾ ലീഗിന്റെ സഹയാത്രികരായിട്ടുള്ള മൗദൂദികളുടെ ചാനലായ മീഡിയ വൺ അന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. 2002 ഗുജറാത്ത് വംശഹത്യയിലെ ഇരകൾക്കായി അഹമ്മദാബാദിലെ ദാനിലിംഡയിലാണ് മുസ്ലിം ലീഗ് 40 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 200 ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അരനൂറ്റാണ്ടായി അഹമ്മദാബാദ് നഗരത്തിൽ നിന്നുള്ള മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്തിന് തൊട്ടരികിലാണ്. രൂക്ഷമായ ദുർഗന്ധം സഹിച്ചും മലിനജലം കുടിച്ചും രോഗങ്ങൾ പേറിയുമാണ് ഈ കുടുംബങ്ങൾ ഒരു പതിറ്റാണ്ടായി ഇവിടെ കഴിയുന്നത്. पाँव में चलते ऐसा तो कीचड़ खाता बहुत हो जाता, मच्छर दुनिया भर के बहुत गंदवाड़ी है. ഈ വീടുകളുടെ ഉടമസ്ഥാവകാശം ഇനിയും ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കെട്ടിടം നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് ചുമതലയേൽപ്പിച്ച ബിൽഡറുടെ പേരിലാണ് ഇവർക്കുള്ള കറണ്ട് ബില്ല് പോലും വരുന്നത്. അതുകൊണ്ട് തന്നെ മാലിന്യമലയ്ക്ക് സമീപം ദുരിതവും പേറി താമസിക്കാൻ ഈ കുടുംബങ്ങൾ നിർബന്ധിതരാവുകയാണ്. സാധാരണ ഗുജറാത്തികൾ നമ്മൾ ചെന്ന ഒരു ഗ്ലാസ് വെള്ളം തരും. വെള്ളം ഞങ്ങൾ കുടിക്കാൻ ചോദിച്ചപ്പോൾ അടുത്തൊരു സ്ത്രീ കണ്ടെന്ന ഒരു കറുത്ത നിറത്തിലുള്ള വെള്ളം. ആ സ്ത്രീയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ഹസ്ബൻഡ് കലാപത്തിലെ സാക്ഷിയായിരുന്ന അവരുടെ ഹസ്ബൻഡ് മരിച്ചത് ഇവിടെ വന്നതിന് ശേഷം ഈ വെള്ളം കുടിച്ചത് മൂലം അവരുടെ കിഡ്നിയിൽ രാസവസ്തുവിന്റെ കണ്ടന്റ് കൂടിയിട്ട് അവർ മരിച്ചുപോയി. അത്ര വലിയൊരു കലാപത്തെ അതിജീവിച്ചവരെ ലീഗ് ഇവിടെ കൊണ്ടുവന്ന് പെടുത്തിയിട്ട് അവർ മെല്ലെ മെല്ലെ മരിച്ചുകൊണ്ടിരിക്കുക. ഗുജറാത്ത് വംശഹത്യയിലെ ഇരകൾക്കായി മുസ്ലിം ലീഗ് ശേഖരിച്ച തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടിയിൽ വിവാദമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ വംശഹത്യാ ഇരകൾ ദുരിത ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് മാധ്യമവാഴ്ച പതിപ്പിന്റെ പുതിയ ലക്കത്തിൽ വിശദമായ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ശരിക്കും എരുതിയിൽ നിന്നും വറചട്ടിയിലേക്കാണ് ലീഗ് ഗുജറാത്ത് ദുരന്തബാധിതരെ എറിഞ്ഞത് എന്ന് ഈ വാർത്ത കാണുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. എന്നാൽ ഇതേ KT ജലീൽ വയനാട്ടിലെ ലീഗിന്റെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഉന്നയിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് ഈ രൂപത്തിലെങ്കിലും ലീഗിനെ കൊണ്ട് ചെയ്യിക്കാൻ നിർബന്ധിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും ലീഗിന്റെ വീട് ലഭിച്ച ആളുകൾക്കാണോ, സർക്കാർ ടൗൺഷിപ്പിൽ വീട് ലഭിച്ച ആളുകൾക്കാണോ നഷ്ടം? ഒരു തർക്കവും വേണ്ട, ലീഗിന്റെ വീട് ലഭിച്ച ആളുകൾക്ക് തന്നെയാണ്. ഒന്നാമത്തേത് ഭൂമിയുടെ വില തമ്മിലുള്ള അന്തരം. സർക്കാർ ടൗൺഷിപ്പ് കൽപ്പറ്റ ടൗണിന്റെ തൊട്ടടുത്താണ്. എന്ന് വെച്ചാൽ മിനിമം സെന്റിന് 10 ലക്ഷം രൂപ വിലയുള്ള ഭൂമിയിലാണ് വീട്. 7 സെന്റിലാണ് വീട്. ആ അർത്ഥത്തിൽ 70 ലക്ഷം രൂപ മൂല്യമുള്ള സ്ഥലത്താണ് അവർക്ക് വീട് ലഭിക്കുന്നതെങ്കിൽ ലീഗ് വീടുണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമോ കൽപ്പറ്റ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെ ഉൾപ്രദേശമായ തൃക്കൈപ്പറ്റ എന്ന ഗ്രാമത്തിലാണ്. അവിടുത്തെ പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ പ്രകാരം ഒരു സെന്റിന് 30,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ് അവിടുത്തെ ഭൂമിയുടെ വില. ഇനി അത് 50,000 തന്നെയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ലീഗ് നൽകുന്ന 8 സെന്റ് ഭൂമിയുടെ വില 4 ലക്ഷം രൂപ. അതാണ് ഇതിന്റെ മാക്സിമം. എന്ന് വെച്ചാൽ സർക്കാർ നൽകുന്ന ഭൂമിയും ലീഗ് നൽകുന്ന ഭൂമിയും തമ്മിലുള്ള വില വ്യത്യാസം തന്നെ നോക്കിയാൽ 66 ലക്ഷത്തിന്റെ വ്യത്യാസം.
അതായത് ലീഗിന്റെ വീട് മതി എന്ന് പറഞ്ഞവർക്ക് അവിടെ തന്നെ 66 ലക്ഷം രൂപ നഷ്ടം. കൂടാതെ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം വാങ്ങിയവർക്ക് പിന്നീട് സർക്കാർ വാടക ഇനത്തിൽ നൽകിയിരുന്ന 6000 രൂപയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. വാടക ഇനത്തിൽ 6000 രൂപ ലഭിക്കുന്നതിന് പുറമെ ഒരു കുടുംബത്തിലെ മുതിർന്ന 2 അംഗങ്ങൾക്ക് മാസം 9000 രൂപ വീതം ലഭിച്ചിരുന്നു. കൂടാതെ ചികിത്സാ സഹായം, 1000 രൂപയുടെ ഭക്ഷ്യക്കൂപ്പൺ അടക്കം ഒരു കുടുംബത്തിന് ശരാശരി മാസത്തിൽ 28,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 21 മാസങ്ങളായി ഈ ഇനത്തിൽ 6 ലക്ഷത്തിലധികം ലഭിക്കുന്നുണ്ട് ഓരോ കുടുംബത്തിനും. എന്നാൽ ലീഗിന്റെ വീട് ലഭിക്കുന്നത് വരെ ഇത്തരം ചെലവുകൾ അതത് ഗുണഭോക്താക്കൾ തന്നെയാണ് വഹിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഈ ഇനത്തിൽ 15 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം രൂപ അവർക്ക് ഇതിനോടകം അതിനുവേണ്ടി ചെലവായി എന്ന്. ബാക്കി മിച്ചമുള്ളത് 9 ലക്ഷം മാത്രമാണ്. കൂടാതെ ലീഗ് നിർമ്മിച്ചു നൽകുന്നത് വീടുകൾ മാത്രമാണ്. എന്നാൽ സർക്കാർ നിർമ്മിച്ചു നൽകുന്നത് കടകളും ആരോഗ്യ കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും കളിസ്ഥലങ്ങളും കോൺഫറൻസ് ഹാളുകളും സോളാർ സിസ്റ്റവും കോമൺ ഡ്രൈനേജ് സംവിധാനങ്ങളും അടക്കമുള്ള ഒരു ലോകോത്തര ടൗൺഷിപ്പാണ്. മാത്രമല്ല കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ കോളേജ് അടക്കമുള്ള മറ്റു വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും സൗകര്യപ്രദമായിരിക്കും സർക്കാരിന്റെ ടൗൺഷിപ്പ്. ഇത് മനസ്സിലാക്കിയവരാണ് സർക്കാരിൽ നിന്നും വാങ്ങിയ 15 ലക്ഷം തിരിച്ചേൽപ്പിച്ച് സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട് ജില്ലാ കളക്ടർ സമീപിക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ആരാണ് ശരിക്കും നിരാശരായവർ? സർക്കാർ ടൗൺഷിപ്പിൽ വീട് ലഭിക്കുന്നവരോ അതോ ലീഗിന്റെ വീട് ലഭിച്ചവരോ? ഇനി ഇതൊന്നും കൂടാതെ മറ്റൊരു കൂട്ടരുണ്ട്, കോൺഗ്രസിന്റെ സൗജന്യ വീട് കാത്തിരിക്കുന്നവർ. അവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.